വലിയ ആവേശമാണ് കൊല്ലം മണ്ഡലത്തിലും കാണാൻ കഴിയുന്നത്. LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ രംഗത്ത് രാജ്കുമാർ, ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ എങ്ങനെയാണ്? കൊല്ലത്തിന്റെ ഒരു ആവേശം മുകേഷ് ലോക്സഭാ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഏത് രീതിയിലാണ് കാണാൻ കഴിയുന്നത്? എന്നെ സംബന്ധിച്ചത് മൂന്നാമത്തെ വട്ടമാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ കൂടിയായിട്ടുള്ള നമ്മുടെ മുകേഷ് MLA, നാട്ടുകാരുടെ ജനകീയനായ MLA കൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുള്ളത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള അഞ്ചൽ, അതായത് ആയൂരിൽ നിന്ന് അഞ്ചലിൽ കടക്കലൊക്കെ പോകുന്ന വഴിയിലാണ്. ഇന്ന് അദ്ദേഹം അവിടെയാണ് പ്രചരണം. എങ്ങനെയുണ്ട് ഈ നാട്ടുകാരുടെ മുഖം കാണുമ്പോൾ? രാവിലെ ആയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ തുടങ്ങിയത്. വളരെ ആവേശത്തോടു കൂടി, അതായത് സ്ഥലം MLA സുബാല്, മുൻ മന്ത്രി രാജു, ഞാൻ രാജു അണ്ണൻ എന്ന് വിളിക്കുന്ന എൻ്റെ അടുത്ത ബന്ധുവും കൂടെയാണ്. അവർ രണ്ടുപേരുമാണ് ആദ്യം ഈ മാലയിട്ട് സ്വീകരിച്ചത്. ആവേശകരമായിട്ടുണ്ട്. അവർ ആ മുഖം കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ MLA ആയിട്ട് നിന്നപ്പം സിനിമാ നടനായിരുന്നു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കൈ കാണിക്കുന്നതൊന്നും വോട്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്മാർത്ഥമായിട്ട് കൈ കാണിക്കുന്നത് വോട്ടാണെന്ന് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ 2 പ്രാവശ്യം. അപ്പം അതേപോലെ തന്നെ അതിനേക്കാൾ ആവേശമാണ് ഈ കിഴക്കൻ മേഖലകളിൽ. നമ്മൾ പണ്ട് ഷൂട്ടിംഗ് കാലത്തിനൊക്കെ ആണ് സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ സ്നേഹവും ആവേശവും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മറക്കാനോ അല്ലെങ്കിൽ അവരെ വിസ്മരിക്കാനോ പറ്റാത്ത തരത്തിലുള്ള ആവേശവും ആത്മാർത്ഥതയുമാണ് അവർ എന്നോട് കാണിക്കുന്നത്. അതിന് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. മനു, കേട്ടല്ലോ മുകേഷ് ചേട്ടൻ്റെ വാക്കുകൾ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇന്ന് ഞങ്ങളിപ്പോൾ ആയൂർ ജംഗ്ഷനിൽ വന്നപ്പോൾ ഈ വഴിയോരങ്ങളിൽ നിൽക്കുന്നവർ, അതുപോലെ ഈ കടകളിൽ നിൽക്കുന്നവർ, വണ്ടികളിൽ നിൽക്കുന്നവരൊക്കെ ആവേശത്തോടുകൂടി, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വൈബാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്നാണ് അവർ കൈ കാണിക്കുക. നേരത്തെ മുകേഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വെറുതെ കൈ കാണിപ്പല്ല, ഒരു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അവരുടെ മുഖത്ത് വിരിയുന്ന ചിരിയുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ. അതാണ് ഒരു സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ അതിലുള്ള വോട്ടർമാർക്കുള്ള മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം, അത് നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. മനു, തീർച്ചയായും എല്ലായിടങ്ങളിലും ആ ഒരു ആവേശം തന്നെയാണല്ലേ രാജ്കുമാർ കാണാൻ കഴിയുന്നത്. കാരണം ഈ പറയുന്നത് പോലെ കൊല്ലത്തിൻ്റെ MLA എന്ന നിലയിൽ സുപരിചിതനാണ്, നടൻ എന്ന നിലയിൽ ജനകീയനാണ്, ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട ആളുകളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ആ രീതിയിൽ വരുമ്പോൾ ഇത്തവണ കൊല്ലം മണ്ഡലത്തിൽ മാറ്റം വരും എന്ന വലിയ പ്രതീക്ഷയാണോ പങ്കുവയ്ക്കുന്നത്? ഒരു സംശയം വേണ്ട. അതായത് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഇത് 2ാം ഊഴമാണ് ഈ നിലവിൽ നിയമസഭയിൽ അദ്ദേഹം നിൽക്കുന്നത്. ഇതിപ്പോൾ ലോക്സഭയിലേക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ കൊല്ലം ജില്ലയിലുള്ള 6 മണ്ഡലങ്ങളിലേക്ക് കൂടി വരാൻ പോവുകയാണ്. സ്വാഭാവികമായി ആ നാട്ടുകാരുടെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ നാട്ടുകാർ ചിലപ്പോൾ ഇങ്ങനെ നിസ്സംഗമായി നോക്കും, ആരാണത് ചിലത് മനസ്സിലാവില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ മുകേഷ് MLA എന്ന് പറയുമ്പോൾ അത് നാട്ടുകാർക്ക് സുപരിചിതനാണ്, അറിയാത്തതായ ആരുമില്ല, കുട്ടികൾക്ക് പോലും അറിയാം. അത്രമാത്രം ഒരു അടുപ്പം ഈ ജനങ്ങളുമായിട്ട് ഉള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു ജനപ്രതിനിധിയാണ് മുകേഷ് MLA. ഒരു നടൻ എന്നതുകൂടി, ഒരു കലാകാരൻ കൂടി ആവുമ്പോൾ ആ ഒരു ഇതിനകത്തുള്ളൊരു റിസൾട്ട് വളരെ വലുതാണ്. അവരൊക്കെ വളരെ സന്തോഷം, അത് മനസ്സിൽ പല ദുഃഖങ്ങളുമായി പുറത്തിറങ്ങുന്നവർക്ക് അവർ ഈ മുകേഷ് MLA കാണുമ്പോൾ അല്പസമയം അവർക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ട്, സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്, പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിയെല്ലാം വോട്ടായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി രാജ്കുമാറാണ് മുകേഷിനോടൊപ്പം ആ വാഹനത്തിൽ നിന്ന് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത്. മുകേഷിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി M മുകേഷ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ.